കൈമോദി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് ഇവിടെ ഒരു ചീരക്ക് ഞാനൊരു നല്ലൊരു വളം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് ഇതിപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഇതാ, പിന്നെ ഒരു 2-3 പഴത്തിൻ്റെ പഴത്തൊലി കണ്ടാ, പഴത്തൊലി പിന്നെ കുറച്ച് മുട്ടത്തോട് അത് പൊടിക്കാനാണ്, അതും കൂടി ഒരു കൂട്ടി അരക്കുക. ഇതൊരു ബീറ്റ്റൂട്ട് ഇത് എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് നമുക്കിവിടെ ഇത് അരച്ചിട്ട് വരാം. എന്താ, ഇതും കൂടി അരിഞ്ഞിട്ടേ, ബീറ്റ്റൂട്ട് ഇതും കൂടി അരിഞ്ഞിട്ടിട്ട് എല്ലാം കൂടി തോലോടെ തന്നെ എല്ലാം അരിഞ്ഞിട്ടിട്ട് അരച്ചിട്ട് വരാം. ഇതെല്ലാം കൂടി നമ്മൾ ചീര കുടിച്ച് അതിനൊരു വളവും കൊടുത്തില്ല ഇപ്രാവശ്യം. അതുകൊണ്ട് അത് ഇതൊന്ന് കൊടുത്തു നോക്കാൻ വേണ്ടിയിട്ടാണ്, കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതൊന്ന് മുറിച്ചിട്ടേ, തോലും കൂടി അരിഞ്ഞിട്ട് ഇതിപ്പം മുറിച്ചിട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പുളിക്കാൻ വെച്ചിട്ട് അങ്ങനെയും കൊടുക്കാം. അങ്ങനെയാക്കാം, എല്ലാം അരിഞ്ഞിട്ട് 2-3 ദിവസം അരിഞ്ഞിട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, ഞാനിപ്പോൾ നേരിട്ട് കൊടുക്കുകയും അരച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ കലക്കി ഒഴിക്കല, കൂടുതൽ കൊടുക്കുന്നില്ല. അറിയില്ല ഇതിപ്പം മുറിച്ചിട്ട് ആ മുട്ടത്തോട് പൊടിച്ച് ഇതിൻ്റെ ഇടും. എന്നിട്ട് ഞാൻ കലക്കി കൊടുക്കുക. എല്ലാം കൂടി കലക്കി ഒഴിച്ച് കൊടുക്കുക, കഞ്ഞീൻ്റെ വെള്ളം. എന്നാൽ പിന്നെ ഞാനിത് മുറിച്ചിട്ട് ഇത് ഞാൻ കൊണ്ട് അരച്ചിട്ട് വരട്ടെ. ഇനിയിപ്പോൾ ഇത് ഞാൻ അരച്ച് കൊണ്ടുവന്ന് മുട്ടത്തോട് പൊടിച്ചത് ഇതുണ്ട, മുട്ടത്തോട് പൊടിച്ചത് ഇതിലിട്ടേ, പിന്നെ ഇതെല്ലാം കൂടി കലക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ ഒരു 5 ഇരട്ടി വെള്ളം ഒഴിക്കണം, ഒരു 5 ഇരട്ടി വെള്ളം ഞാൻ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തൽക്കാലം വേണ്ട ഒരു 5 ഇരട്ടി വെള്ളം ഒഴിക്കണം ഇതിനകത്ത്, എന്നാലേ കലക്കി എത്തൂല്ല. ഇതും കൂടി ഒഴിച്ച് ഒരു 5 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കി ഒഴിച്ച് കൊടുക്കാം. ഇതല്ലേ മുട്ടത്തോട് പൊടിച്ചത്, കണ്ടില്ലേ, ഇപ്പോൾ കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട് കേട്ടോ. അതിന് ഒരു 5 ഇരട്ടി വെള്ളം, ഇത്ര ഒരു 5 ഇരട്ടി വെള്ളം ഒഴിക്കണം. ഞാൻ വെള്ളം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്തുനിന്ന് പോകാം. ഇതിൽ ഒരു 5 ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 5 ഇരട്ടി വെള്ളമുണ്ട് കേട്ടോ. ഇത് എല്ലാം കൂടി ഇത് കലക്കട്ടെ. ഇതെല്ലാം കൂടി ഇതിൽ കലക്കിയിട്ട് ഞാനിനി
കുറേശ്ശെ അടിച്ചു കൊടുക്കട്ടെ, കലക്കി ഒഴിച്ച് കൊടുക്കട്ടെ. കുറേശ്ശെ കുടഞ്ഞ് മുകളിലേക്കൂടി കുടഞ്ഞു കൊടുക്കുകയും ആണല്ലേ ഇങ്ങനെ. ഇങ്ങനെ കുടഞ്ഞു കൊടുക്കട്ടെ. ഇതിപ്പോൾ പുളിപ്പിക്കാൻ വെച്ചിട്ട് ഒരു ദിവസം ഇന്ന് പുളിപ്പിച്ചിട്ട് നാളെ അടിച്ചു കൊടുത്താലും മതി. പക്ഷെ ഞാനതിന് നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അതിനും കൂടി ഒഴിക്കാനുണ്ട്, അടി കൂടി ഒഴിക്കാം. ഇപ്പോൾ ഇതിനും കൂടി കലക്കി ഒഴിച്ച് കൊടുക്കട്ടെ, ഇതും കൂടി ഒഴിച്ച് കുടഞ്ഞു കൊടുക്കട്ടെ. ഇപ്പോൾ അതില്ലേ ഇപ്പോൾ ഞാൻ കൊടുത്തു. നല്ലൊരു അടിപൊളി വളമാണ്. നല്ല കൂടി നല്ല ഉഷാറോടെ തേർത്ത് നല്ല ഉയർച്ചയിൽ പെട്ടെന്ന് വരും. ഒരാഴ്ച കൊണ്ട് നിനക്ക് വളർന്നു വരും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞാൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ വീണ്ടും കാണാം.